ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ നമ്മുടെ സെറ്റിൻ്റെ നമ്മൾ ഇന്ന് നോക്കുന്നത് നെക്സ്റ്റ് സെക്ഷനാണ്. നമ്മൾ 2 സെക്ഷൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കണ്ടായിരുന്നു. ഒന്ന് മെട്രിക്സ് തിയറി, 2 വെക്റ്റർ സ്പേസ് ആൻഡ് സബ്സ്പേസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഡൈമെൻഷൻ ബേസിസ് ആൻഡ് ഡൈമെൻഷനാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഈ പ്രാവശ്യത്തെ സെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്തേ പറ്റൂ. നമുക്ക് എന്തായാലും സെറ്റ് വാങ്ങിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. അതായത് നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ തിയറി അറിയുന്നവരുണ്ടാവാം, അറിയില്ലാത്തവരുണ്ടാകാം. ഓക്കെ, അത് സാരമില്ല. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമുക്ക് ആ തിയറി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം തീരും. നമ്മൾ തിയറീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ തിയറീസൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആ പഠിച്ച ഫോമിലല്ല ക്വസ്റ്റ്യൻസ് കാണുക. ഓക്കെ, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതൊരു പക്ഷേ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, കാരണം നമ്മൾ അത്രയും തിയറി പഠിച്ചുല്ലോ എന്നിട്ട് പറ്റിയില്ലല്ലോ എന്നൊരു മൈൻഡ് സെറ്റ് വരും. അപ്പോൾ ഇവിടെ എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ പറയുന്ന പോലെ ഓരോ ടോപ്പിക് വൈസ് എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും, അതായത് ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ല, എന്നാൽ അതിൽ നിന്ന് വരാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ആ സെറ്റ് ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്തിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ചെല്ലുമ്പോൾ നമുക്കതൊന്നും കൂടി ഈസി ആയിരിക്കും. കാരണം ആ ലെവൽ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിപ്പോൾ നെറ്റിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റിന് ഉൾപ്പെടെ. അപ്പോൾ കുറച്ച് ടഫ് ലെവലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെറ്റിൻ്റെ വരുമ്പോഴേക്കും നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്ന ഓരോ സബ്ജക്റ്റും ഇതുപോലെ കവർ ചെയ്ത് ഒരു നവംബർ മിഡോടുകൂടി ഇത് കംപ്ലീറ്റ് ആക്കിയാൽ പിന്നെ അങ്ങടേക്ക് ഫുൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി അത് ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. നവംബർ ഓൺവേർഡ്സ് നിങ്ങൾക്ക് അങ്ങോട്ട് ഇത് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ നോക്കുന്നത് ബേസിസ് ആൻഡ് ഡൈമെൻഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Let V1, V2, V3 be a basis of vector space V over R, then which of the following is also a basis for V? Basis എന്ന് പറയുമ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സ്പാൻ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കേണ്ട ഇത്രയും കാര്യം നോക്കിയാൽ മതി. അതായത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാം. ബേസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്പാൻ അതൊന്നും നോക്കണ്ട. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് മാത്രം നോക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, അതായത് ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ ഡിറ്റർമിനൻ്റ് എഴുതി കഴിയുമ്പോൾ 2 കോളംസ് അല്ലെങ്കിൽ 2 റോസ് സെയിം ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയാൻ പറ്റും. ഇവിടെ നോക്കിക്കേ, V1 ഇവിടെയും V1 ഇവിടെയും V1 ഒരു കോളം സെറ്റായിട്ടോ. ഇനി അടുത്ത കോളം നോക്കുവാണെങ്കിൽ V2 -V2 നശിപ്പിച്ചു. അപ്പോൾ ഇതെന്താണ്? ചാൻസ് ഇല്ല വരാൻ. നമുക്ക് ആ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്താം. അടുത്ത് നോക്കിക്കേ, V1 ഓക്കെ. അടുത്തത് V2 2V2 3V2 ഒരു രക്ഷയില്ല. V3 സെറ്റ്. 2 കോളംസ് സെയിം ആയിട്ട് വന്നു. അപ്പോൾ ഇതെന്തായാലും അതിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ്. ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി അടുത്ത് നോക്കാം, V1 സെറ്റായി. V2 ഡബിൾ ഓക്കെ. നമുക്ക് വീണ്ടും ഡിറ്റർമിനൻ്റ് 0 ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. നമ്മുടെ പണി കുറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് V1 ഓക്കെ. V3 സെറ്റ്, ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇതാണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നോക്കാം. ഇതും പറ്റിയില്ല എങ്കിൽ നമ്മൾ ഫുൾ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. 0 കിട്ടുന്നുണ്ടെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്ന് പറയാം. എന്നിട്ടും രക്ഷയില്ല എങ്കിൽ നമുക്ക് കോമ്പിനേഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ട്രൂ ഏതാണ് ഫാൾസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാര്യം,
അതായത് ഇത്ര കാര്യം മനസ്സിലാക്കുക. എൻ്റെ കയ്യിലൊരു R² ഉണ്ട്. R² സ്പാൻ ചെയ്യണമെങ്കിൽ എനിക്ക് എക്സാക്ട്ലി 2 വെക്റ്റേഴ്സ് മതി. എക്സാക്ട്ലി എന്ത് മതി? 2 വെക്റ്റേഴ്സ് മതി. കൂടുതലായാൽ അതെന്താണ്, കുറച്ച് അനാവശ്യമായി പോവും. പക്ഷേ എനിക്ക് കറക്റ്റ് എന്ത് മതി? 2 വെക്റ്റേഴ്സ് മതി. 1 വെക്ടർ കൊണ്ട് എനിക്ക് R2 സ്പാൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, if m vectors are selected in r raised to n, m less than or equal to n, okay, then this span this set of vectors in r raised to n പറ്റുമോ? ഇല്ല. r raised to n സ്പാൻ ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര വേണം? എക്സാക്ട്ലി n വേണം. ഇവിടെ m ഉള്ളൂ. പറ്റുമോ? ഇല്ല. ഇനി if S is linearly independent set of vectors, then each vector in S is linear combination of other vectors in S. ഇവിടെ നോക്കിക്കേ, ഇഫ് എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണ്, അവിടെ ഒരു ലീനിയർ കോമ്പിനേഷൻ എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഓക്കെ ആയേനെ. അപ്പോൾ ഇതും അല്ല. ഇനി മൂന്നാമത്തെ, എവരി നോൺ സീറോ നോൺ എംപ്റ്റി സെറ്റ് ഓഫ് നോൺ സീറോ വെക്റ്റേഴ്സ് ഇൻ r raised to n കണ്ടെയ്ൻസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ്. അതായത് ഇപ്പോൾ കുറേ സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സബ്സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സബ്സെറ്റ് കണ്ടുപിടിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഫിനറ്റ്ലി പറ്റും. നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് തടസ്സപ്പെടുത്തുന്നതിനെ എടുത്ത് കളഞ്ഞാൽ പോരെ. ഓക്കെ, ഇപ്പോൾ ഒരു 3 വെക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവനാണ് എൻ്റെ പ്രശ്നക്കാരനെ, ഇവനെടുത്ത് അങ്ങോട്ട് കളയുക. അപ്പോൾ ശരിയാവുമല്ലോ. അപ്പോൾ ഇത് ഓക്കെയാണ്, ട്രൂ ആണ്. ഇനി എ സെറ്റ് ഓഫ് 3 വെക്റ്റേഴ്സ് ക്യാൻ സ്പാൻ r raised to 4 പറ്റുമോ? നമ്മൾ പറഞ്ഞു എക്സാക്ട്ലി എത്ര വെക്റ്റേഴ്സ് വേണം? 4 വെക്റ്റേഴ്സ് വേണം. അപ്പോൾ ഇതും എന്താണ്? ഫാൾസ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇഫ് ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറയും. ഇഫ് 2 സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദെൻ ദേ സ്പാൻ സെയിം വെക്റ്റർ സ്പേസ്. ശരിയാണോ? നിങ്ങളൊന്ന് ഗസ് ചെയ്തേ. അതായത് 2 സെറ്റ് ഓഫ് വെക്റ്റേഴ്സിൻ്റെ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഇതൊരു സെറ്റ് ഓഫ് വെക്ടറാണ്, ഇത് വേറൊരു സെറ്റ് ഓഫ് വെക്ടർ. ഇവർ രണ്ടും ഒരേ ഒരാളെയാണോ സ്പാൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരേ സെയിം സ്പേസിനെ ആയിരിക്കുമോ സ്പാൻ ചെയ്യുക? നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. രണ്ടാമത്തെ, ഇഫ് 2 സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഹാവ് ദി സെയിം നമ്പർ സ്പാൻ ദെൻ 2 സെറ്റ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അതായത് ഇപ്പോൾ R² സ്പാൻ ചെയ്യുന്ന എന്താണ് സെറ്റ് ഓഫ് വെക്ടറാണ് ഇവരും. ഇവിടെ പറയുകയാണ്, അതായത് ഇപ്പോൾ 3 ആൾക്കാരെ കൊണ്ട് R² സ്പാൻ ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അല്ലേ? ഇഫ് 2 സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഹാവ് ദി സെയിം നമ്പർ സ്പാൻ ദെൻ 2 സെറ്റ് കണ്ടെയ്ൻസ് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. ഓക്കെ, ഇതിപ്പോൾ എന്താണ്? ഇതൊരു സെറ്റ്, ഇത് വേറൊരു സെറ്റ്. എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്തത്, ഇഫ് 2 സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആർ നോട്ട് സെയിം ദെൻ സ്പാൻസ് ഓഫ് ദ 2 സെറ്റ്സ് ആർ നോട്ട് സെയിം. അതായത് ഇഫ് 2 സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് സെയിം അല്ല എങ്കിൽ അവർ സ്പാൻ ചെയ്യുന്നവരും സെയിം അല്ല. ഇനി ഇഫ് ദ സെറ്റ് ഓഫ് n വെക്റ്റേഴ്സ് ഇൻ r raised to n ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ദെൻ ഇറ്റ് സ്പാൻസ് r raised to n. നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഓപ്ഷൻ എ പറയുന്നത് ഇഫ് 2 സെറ്റ്സ് ഓഫ് വെക്റ്റേഴ്സ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദെൻ ദേ സ്പാൻ ദ സെയിം സ്പേസ്. ഇതൊരു സെറ്റ് വെക്ടറാണ്, ഇത് രണ്ടാമത്തെ സെറ്റ് വെക്ടറാണ്. ഇവർക്ക് സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇഫ് 2 സെറ്റ്സ് ഓഫ് വെക്റ്റേഴ്സ് ഹാവ് ദി സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ദെൻ ദേ സ്പാൻ ദി സെയിം സ്പേസ്. ഇത് ആര് വേണമെങ്കിലും R² എല്ലാവരെയും സ്പാൻ ചെയ്യും, സ്പാൻസ് ഓൾ ഓഫ് R². പക്ഷേ ഇതോ 1 0 2 0, ഇത് ആരെ മാത്രമേ സ്പാൻ ചെയ്യുള്ളൂ? എക്സ് ആക്സിസിനെ മാത്രമേ സ്പാൻ ചെയ്യുള്ളൂ.
ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷനാണ് ഇഫ് ടു സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ഹാവ് ദി സെയിം സ്പാൻ ദെൻ ദേ കണ്ടെയ്ൻ ദി സെയിം നമ്പർ ഓഫ് വെക്റ്റേഴ്സ്. ഇവിടെ നോക്കിക്കേ, സെറ്റ് 1 ഉണ്ട്, സെറ്റ് 2 ഉണ്ട്. സ്പാൻസ് ആർ സ്ക്വയർ, ഇതും സ്പാൻസ് ആർ സ്ക്വയർ ആണ്. പക്ഷേ എന്താണ്, ഈ സെറ്റിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്താണ്, സെയിം ആവണമെന്നുണ്ടോ? ഇത് 1 0 0 1 എടുത്തുകൊണ്ട് എനിക്ക് ആർ സ്ക്വയർ സ്പാൻ ചെയ്യാം. ഇനി 1 0 0 1 1 1 എടുത്തുകൊണ്ടും ആർ സ്ക്വയർ സ്പാൻ ചെയ്യാം. ഞാൻ പറഞ്ഞായിരുന്നു എക്സാക്ട്ലി 2 ഉണ്ടെങ്കിൽ സ്പാൻ ചെയ്യാം. ഒന്ന് കൂടുതൽ ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എന്താണ് സ്പാൻ ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ഫാൾസ് ആണ്. ഇനി ഓപ്ഷൻ സി നോക്കിക്കേ, ഇഫ് 2 സെറ്റ്സ് ഓഫ് വെക്റ്റേഴ്സ് ആർ നോട്ട് ദി സെയിം, ഓക്കെ, ദെൻ ദെയർ സ്പാൻസ് ആർ നോട്ട് ദി സെയിം. അതായത് നോക്കിക്കേ, ഇഫ് 2 സെറ്റ്സ് ഓഫ് വെക്റ്റേഴ്സ് ആർ നോട്ട് ദി സെയിം, അപ്പോൾ എന്താണ്, 2 സെറ്റ് ഉണ്ട്, വെക്റ്റേഴ്സ് ഉണ്ട്, സെയിം അല്ലാത്ത വെക്റ്റേഴ്സ്, ദെൻ ദയർ സ്പാൻസ് ആർ നോട്ട് ദി സെയിം. സ്പാനും എന്താണ്, സെയിം ആവത്തില്ല എന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ല. ഇത് വെച്ച് നമുക്ക് ആർ സ്ക്വയറിന് സ്പാൻ ചെയ്യാം, ഇത് വെച്ചും എന്താണ് ആർ സ്ക്വയറിന് സ്പാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതും ഫാൾസ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഓപ്ഷൻ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് എന്താണ്, ഇഫ് ദ സെറ്റ് ഓഫ് n വെക്റ്റേഴ്സ് ഇൻ r⁴n ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താണ്, ഓട്ടോമാറ്റിക്കലി തന്നെ r⁴n അത് സ്പാൻ ചെയ്യും. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് ദ സ്പാൻ ഓഫ് u = 1 1 ആൻഡ് v = 2 1. അതായത് ഇവരുടെ സ്പാൻ എന്താണ്, യുവിൻ്റെയും വിൻ്റെയും കോമ്പിനേഷനിൽ വരുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ എ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് u ആൻഡ് v, സെറ്റ് ഓഫ് ഓൾ സ്കെയിലാർ മൾട്ടിപ്പിൾസ് ഓഫ് u ആൻഡ് v, സെറ്റ് ഓഫ് ഓൾ വെക്റ്റേഴ്സ് ഓഫ് ദ ഫോം u + tv where t ഈസ് എ റിയൽ പാരാമീറ്റർ r. നമുക്ക് നോക്കാം. അപ്പോൾ ഇവരുടെ കോമ്പിനേഷനിൽ വരുന്ന ആരാണെന്നാണ് നമുക്കറിയണ്ടേ. അപ്പോൾ അതിനു വേണ്ടി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കാം. 1 1 2 1. ദാറ്റ് മീൻസ് 1 × 1 1 -2 × 1 2 which is equal to -1 not equal to 0. ഇവരെന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവരാണ് ഇവർ. അപ്പോൾ അവരുടെ സ്പാൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഇവരുടെ എന്തായിരിക്കും, സ്കെയിലാർ മൾട്ടിപ്പിൾസ് ആയിരിക്കും. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ സ്കെയിലാർ മൾട്ടിപ്പിൾസ് ഓഫ് u ആൻഡ് v. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ നോക്കിക്കേ, എ ലൈൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഒരു വെക്ടറേ കാണുകയുള്ളൂ. ഇതും u + tv എന്ന് പറയുന്നത് ഒരു വെക്ടറാണ്, അതായത് ലൈനാണ്. ഇവിടെ r എന്ന് പറയുന്നതും ഒരു 1 ഡയമെൻഷണൽ സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് സപ്പോസ് 2 2 ആണെങ്കിൽ ഇതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിളാണ് 2 2. ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ എന്താണ്, അതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾസ് വരുമ്പോൾ എന്തായാലും ഇതുപോലൊരു മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒറ്റ ലൈനിലാണ് പോവുള്ളൂ. ഒരു 1 ഡയമെൻഷണൽ ഫിഗർ ആയിട്ടാണ് വരിക. ഓക്കെ, ഇനിയിപ്പോൾ ഇതിപ്പോൾ എന്താണ്, അങ്ങനെ ഒരു എന്താണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയ സ്ഥിതിക്ക് ഇവിടെ എങ്ങനെ വരാം, ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കാം. ഓക്കെ, ഒറ്റ ഡയറക്ഷനിൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഓപ്ഷൻ ബി ആണ് ശരിയെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. 2 വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അവർക്ക് എന്താണ്, ആരെ വേണമെങ്കിലും സ്പാൻ ചെയ്യണതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതുപോലെ സ്കാറ്റർ ചെയ്തെടുക്കും. പക്ഷേ ഇതുപോലെ സ്കെയിലാർ മൾട്ടിപ്പിളായിട്ട് വരുന്നതെങ്കിൽ ഈ ഒരു ഇത്രയത്തിനെ സ്പാൻ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്, 1 ഡയമെൻഷണൽ, അതായത് ലൈന്, r, അതുപോലെ തന്നെ u + tv എന്നൊക്കെ പറയുന്നത് എന്താ, 1 ഡയമെൻഷൻ അല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. ഇതുപോലെ തന്നെ ഇവിടെ u എന്ന് പറയുന്നത് 1 -2 -3 6 ആണ്. നമ്മൾ ഇതെടുക്കുമ്പോൾ 1 × 6 6 -3 × -2 എന്ന് പറയുന്നത് +6 6 - 6 0. ലീനിയർലി
ഡിപ്പെൻഡൻ്റ് ആണ്. ഡിപ്പെൻഡൻ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു സെറ്റ് ഓഫ് ഓൾ സ്കെയിലാർ മൾട്ടിപ്പിൾസ് ഓഫ് u ആൻഡ് v എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ എന്താണ്? ഒരു ലൈനാണ്. ഓക്കെ, ഈ യുവിലും വിയിലൂടെയും പാസ് ചെയ്യുന്ന ലൈനാണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഇവിടെ obtain the basis of r⁴ one needs to take along the vectors. അപ്പോൾ ബേസിസ് ആണ് നോക്കണ്ടേ. അതായത് ഈ 3 വെക്റ്റേഴ്സും പിന്നെ ഇതിലേത് വെക്ടറും കൂടി കൂടിയാലാണ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുന്നതെന്നാണ് നോക്കണ്ടേ. ഓക്കെ, അപ്പോൾ ഇത് നോക്കിക്കേ, ഇതുപോലെ ഇങ്ങനെ 4 വെക്റ്റേഴ്സൊക്കെ വരില്ലേ? നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല. അതായത് ഇതിൻ്റെ സമ്മായിട്ടോ സബ്സ്ട്രാക്ട് ചെയ്തോ ഒന്നുമല്ല വരുന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് 4 എണ്ണമൊക്കെ വരുവാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതായത് ഇവിടെ v1 എന്ന് പറയുന്നത് 1 1 -1 -1, ഇത് കോളം 1, കോളം 2, കോളം 3, കോളം 4. അതുപോലെ v2 എഴുതാം. ഇതൊക്കെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. അപ്പോൾ 1 0 1 0. ഇനി v3 എന്ന് പറയുന്നത് 0 1 0 1. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ നോക്കിയ സംഭവം തന്നെ ഒന്നും കൂടി ഈസി ആയിട്ട് 4 വെക്റ്റേഴ്സൊക്കെ വരുമ്പോൾ ശരിക്കും നോക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ നോക്കി മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാൻഡിഡേറ്റിന് എടുക്കാം. നമുക്കിവിടെ കാൻഡിഡേറ്റിന് എഴുതാം. കാൻഡിഡേറ്റ് 1 1 0 0. അപ്പോൾ നോക്കിക്കേ, ഈ കാൻഡിഡേറ്റ് 1നെ ഇവരെ വെച്ചുകൊണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഉണ്ട്. കാരണം 1 + 0 ചെയ്താൽ ഈ 1 കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഈ 1 കിട്ടാൻ ഇവൻ പ്ലസ് ഇവൻ ചെയ്താൽ മതി. ഇനി 0 കിട്ടാനാണെങ്കിൽ ഇവൻ പ്ലസ് ഇവൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ 0 കിട്ടാനാണെങ്കിൽ ഇവൻ പ്ലസ് ഇവൻ ചെയ്താൽ മതി. അപ്പോൾ എന്താണ്? ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ ഇവനെടുക്കാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് കാൻഡിഡേറ്റിനെ ഇറക്കുവാണെങ്കിൽ ഇവിടെ 0 വരും, ഇവിടെയും 0 വരും, ഇവിടെ ഇവിടെ 1 1. അപ്പോൾ ഈ കാൻഡിഡേറ്റിനെ കിട്ടും, ഇവന്മാരെ കുറച്ചാൽ മതി. ഓക്കെ, ഇവനെയും കിട്ടും, ഇവന്മാരെ കുറച്ചാൽ മതി. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ 1 1 കിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ 1നെ കിട്ടാനായിട്ട് 1 + 0 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെയും ഈ 1നെ കിട്ടാൻ വേണ്ടി 1 + 0 ചെയ്താൽ മതി. അപ്പോൾ ഇവനും ശരിയല്ല, ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത കാൻഡിഡേറ്റിനെ എടുക്കാം. 0 1 1 2. ഓക്കെ, ഇതിനെ കിട്ടാൻ ഇവന്മാരെ മൈനസ് ചെയ്താൽ മതി. ഇവനെ കിട്ടാൻ ഇവനെ ആഡ് ചെയ്യാം. ഇവനെ കിട്ടാൻ ഇവനെ ആഡ് ചെയ്യാം. പക്ഷേ 2 കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അല്ലേ, ഇവനെയും ആഡ് ചെയ്താൽ 0 ആയി പോവും. സബ്സ്ട്രാക്ട് ചെയ്താൽ എന്താണ്? ഈ പറയുന്ന പോലെ എന്താണ് കിട്ടത്തില്ല. ഓക്കെ, -2 ആയി പോവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് വരിക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ ആണോ? ഇനി അപ്പോൾ ഈ 4 വെക്റ്റേഴ്സ് വരുമ്പോൾ നമ്മൾ ഈ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നമ്മൾ നോക്കി കണ്ടുപിടിക്കുന്നതിനേക്കാൾ ബെറ്റർ ഇങ്ങനെ പെട്ടെന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനിയത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ 3 വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും എന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഐജെക്ക് ക്രോസ് പ്രോഡക്റ്റ് എടുത്ത് ചെയ്യാം. അപ്പം ഡിറ്റർമിനൻ്റ് എടുത്ത് ചെയ്യുവാണെങ്കിൽ 1 2 1 എക്സ് 1 0. അപ്പോൾ 1 × 0 - 1
-1 ഇൻറ്റു 0 മൈനസ് എക്സ് പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 2x ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ -1 വന്നു, പ്ലസ് എക്സ് പ്ലസ് 1 മൈനസ് 2x ഈക്വൽ ടു 0. ഇതും ക്യാൻസലാവും. ഇവിടെ എക്സ് -2x എന്ന് വെച്ചാൽ എത്രയാണ്? -x ഈക്വൽ ടു 0, x ഈക്വൽ ടു 0. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let S equal to v1, v2, v3, v4 is linearly independent set of vectors, then which of the following is true എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ v1, v2, v3, v4 എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്റ്റേഴ്സ് ആണ്. ഒരു കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. ആ ഒരു മെത്തേഡ് വെച്ച് ചെയ്തില്ല, അതിനേക്കാൾ എളുപ്പമുള്ളത് കണ്ടുകൊണ്ട് അത് ചെയ്യാതായിരുന്നു. ഇപ്പോഴും ഓർത്തെ. അതായത് നമ്മളിപ്പോൾ അതൊന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ഇവിടെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്, ദർ എക്സിസ്റ്റ് എ ബേസിസ് ഓഫ് r⁵ കണ്ടെയ്നിങ് എസ്. ഇവനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ടൊരു ബേസിസ് r⁵ ഉണ്ടാവുന്ന. r⁵ എന്ന് വെച്ചാൽ ഒരാളും കൂടി വേണം. അത് ഒരാളെ നമുക്ക് ഇറക്കുമതി ചെയ്താൽ പോരെ, സെറ്റാവുമല്ലോ. കാരണം ഈ 4 പേരും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ r⁵ ബേസിസും എന്തായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരാളെ ഇറക്കിയാൽ മതി. അപ്പോൾ ഇത് ശരിയാണ്. ഇനി എനി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എസ് വിൽ ബി ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ പറഞ്ഞായിരുന്നു എസിൻ്റെ ഏതൊരു സബ്സെറ്റ് എടുത്താലും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ തെറിപ്പിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ഇതും ശരിയാണ്. ഇനി നെക്സ്റ്റ് v1 + v4, v2, v3, v4 എന്ന് പറയുന്നത് ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? കാരണം v1 + v4 ഇവിടെ വല്ല v1 ആയിരുന്നേൽ നമുക്കിത് ഇവനെയും കുറച്ചാൽ v4 കിട്ടും എന്നൊക്കെ പറയും. അല്ലാണ്ട് ഇവിടെ ഒരു കോമ്പിനേഷൻ ഒന്നും കാണുന്നില്ല, കുറച്ചാലും ശരിയാവത്തില്ല. ഓക്കെ, അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ ഓൾ ദ എബോവ് ആണ് ശരിയായിട്ട് വരുന്ന ആൻസർ. ഇനി ഞാൻ പറഞ്ഞ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ v1, v2, v3, va ബേസിസ് എന്ന് പറയുമ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഇവരുടെ കോഎഫിഷ്യൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഇപ്പം ഇങ്ങനെ ഇത് നോക്കുവാണെങ്കിൽ a ഇൻറ്റു v1 + v2 + v3 പ്ലസ് b ഇൻറ്റു v1 + v2 പ്ലസ് c ഇൻറ്റു v1 - v2 ഈക്വൽ ടു 0. a b c 0 ആണെങ്കിൽ എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അതായത് അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ ഇവിടെ a v1 ഉണ്ട്, ഇവിടെ b v1, ഇവിടെ c v1. അപ്പോൾ നമുക്ക് ആ v1 കോമൺ എടുത്താൽ a + b + c കിട്ടുവേ. ഇനി അടുത്തത് നമുക്ക് v2 കോമൺ എടുത്താൽ a + b - c ഇൻറ്റു v2 പ്ലസ് അടുത്തത് v3 എടുക്കുവാണെങ്കിൽ പ്ലസ് a v3 ഈക്വൽ ടു 0. ഓക്കെ, ഇനി v1, v2, v3 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് v1ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 0 ആയിരിക്കും. അതായത് v1ൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാ? ഇവൻ എന്തായിരിക്കും? 0 ആയിരിക്കും. a + b + c 0 ആയിരിക്കും. അതുപോലെ തന്നെ v3യുടെ കോഎഫിഷ്യൻ്റ് ആയി a 0 ആയിരിക്കും. അതുപോലെ തന്നെ a + b + -cയും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ b + c ഈക്വൽ ടു, അതായത് ഇവിടെയും a 0 ആയ റിമൈനിങ് b + c ഈക്വൽ ടു 0, ഇവിടെ 0 ആയ b - c ഈക്വൽ ടു 0. ഇത് കുറച്ച് കഴിഞ്ഞാൽ
2c ഈക്വൽ ടു 0 ആണ്, c ഈക്വൽ ടു 0. സോ ഇതിലിട്ട് കൊടുത്താൽ ബിയും 0 ആണ്. അപ്പോൾ നോക്കിക്കേ, എയും ബിയും സിയും 0 ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, കാരണം നമുക്കിപ്പോൾ പ്രോബ്ലംസ് ഇപ്പോൾ ചിലപ്പോൾ ഏത് മെത്തേഡിൽ വെച്ചാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇപ്പോൾ ചോദിക്കുമ്പോൾ ഏത് മെത്തേഡ്, അപ്പോൾ നമ്മൾ എല്ലാ മെത്തേഡ്സും പഠിച്ചു വയ്ക്കാം. ഇതും ഈസി ആയിട്ടുള്ള മെത്തേഡല്ലേ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി, ഇതും ട്രിക്കാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് എപ്പോഴും 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിസ് ഓഫ് ആർ ക്യൂബിൻ്റെ ബേസിസ് അല്ലാത്തത്? അതായത് എന്താ, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ 2 ആണേ, 2 ആട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതെന്ന് വെച്ചാൽ ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ ഓപ്ഷനിൽ നോക്കിക്കേ, 1 പറ്റത്തില്ല. 1 - 1 0 ആണ്, 2 - 2 0 ആണ്, 1 - 3 എന്ന് വെച്ചാൽ -2. അപ്പോൾ ഇതെന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെ നമുക്കൊരു റിലേഷൻ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കി. ഇല്ല അല്ലേ? ആഡിങ്ങോ സബ്സ്ട്രാക്ഷനോ അങ്ങനെ ഒന്നും പറ്റുന്നില്ല. ഇവിടെയും അങ്ങനെ പറ്റുന്നില്ല, ഇവിടെയും അതുപോലെ തന്നെ. ഇനിയിപ്പോൾ നമുക്കിവിടെ ഡിറ്റർമിനൻ്റ് എടുത്താലും കുഴപ്പമില്ല. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്താണ്? ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഇവിടെ മാത്രമാണ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആവുള്ളൂ. ഇവിടെ 3 നോക്കിയാലും ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആകുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the dimension of space W of r⁴ generated by, ഇവിടെ 3 വെക്റ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ r⁴ ജനറേറ്റ് ചെയ്യുന്ന എത്ര ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സ് ഉണ്ട്? ഓക്കെ, മനസ്സിലായോ? അതായത് r⁴ എന്ന ആ സ്പേസിനെ ജനറേറ്റ് ചെയ്യുന്ന എത്ര വെക്റ്റേഴ്സ് ഉണ്ട്? അതെന്താവണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സ് ആവണം. ഓക്കെ, അതായത് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇതിൻ്റെ സ്കെയിലർ മൾട്ടിപ്പിൾ തന്നെ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഉണ്ടെന്ന് വിചാരിച്ചും കുഴപ്പമില്ല, അതില്ലെങ്കിലും എന്താണ്, ജനറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഈ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ V1 ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാം. എന്നിട്ട് സെക്കൻഡ് വെക്റ്റർ V1ൻ്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല എങ്കിൽ അത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ വെക്റ്റർ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോയെന്നാണ് നോക്കേണ്ടത്. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുകയെ. അപ്പോൾ ഫസ്റ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഇതാണ് V1. ഓക്കെ, അപ്പോൾ നമുക്ക് V1 കിട്ടി. ഇത് V1, ഇത് V2, ഇത് V3. ഓക്കെ, അപ്പോൾ ഈ V1 എന്ന് പറയുന്നത് എന്താണ്? 1 -4 -2 1. അതെന്താണ്? ഇപ്പോൾ ഒറ്റ വെക്റ്റർ അതെന്ത് തന്നെയാണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന വെക്റ്ററാണ്. ഇനി സെക്കൻഡ് വെക്റ്ററായ 1 -3 -1 2, അതായത് ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണോ ഇത് നിൽക്കുന്നത്? അല്ല. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ 1 2 രണ്ടെണ്ണം കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നോക്കണ്ടേ അടുത്തും കൂടി നോക്കാം. അപ്പോൾ അടുത്ത് നോക്കാനായിട്ട്, അതായത് ഈ പറയുന്ന V3 എന്ന് പറയുന്ന വെക്റ്റർ, അതായത് 3 -8 -2 7 = A × V1 എന്ന് വെച്ചാൽ 1 -4 -2 1 പ്ലസ് B × 1 -3 -1 2. ഇക്വേഷൻ ഫോം ചെയ്യാം. അതായത് A + B = 3 അല്ലേ? A × 1 + B × 1 =
3. അടുത്തത് -4a -3b ഈക്വൽ ടു -8. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്യാം. എന്നിട്ട് അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. a + b ഈക്വൽ ടു 3 -4a -3b ഈക്വൽ ടു -8. നമുക്കൊരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയും ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് 9 ആകും. ഓക്കെ, നമുക്ക് ആഡ് ചെയ്താൽ മതി, എന്നാലാണ് 0 ആയുള്ളൂ. സോ 1 ഈക്വൽ ടു 3bയിൽ നിന്ന് 3b പോകുമ്പോൾ 0, 3aന്ന് -4a പോകുമ്പോൾ -a. ഓക്കെ, സോ a എന്ന് പറയുന്നത് -1 ആണ്. a ഈക്വൽ ടു -1. a -1 ആയതുകൊണ്ട് ഇവിടെ a + b എന്ന് പറയുന്നത് എത്രയായിട്ടാണ് തന്നേക്കുന്നത്? 3 അല്ലേ? അതായത് -1 + b ഈക്വൽ ടു 3, b ഈസ് ഈക്വൽ ടു 4. അപ്പോൾ a ഈസ് ഈക്വൽ ടു -1, b ഈസ് ഈക്വൽ ടു 4. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ ഏതാ വരുന്നത്? -2a - b ഈക്വൽ ടു -2. അതുപോലെ തന്നെ a + 2b ഈക്വൽ ടു 7. നമ്മൾ വാല്യൂസ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. -2 × -1 -4 ഈക്വൽ ടു എന്താ വരിക? 2 -4 എന്ന് പറയുന്നത് -2 ആണ്. ശരിയാ, -2 തന്നെയാണ് ഇവിടെ. ഓക്കെ, ജസ്റ്റ് നോക്കാം. ഇനി ഇവിടെ നോക്കിക്കേ, a + 2b ഈക്വൽ ടു 7 ആണ്. അപ്പോൾ എയ്ക്ക് -1 + 2 × 4 2 × 4 8. സോ 7 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 7 ഇറ്റ്സെൽഫ്. അപ്പോൾ ഇത് തന്നെയാണ് ഇതും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ടോട്ടൽ 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇവിടെ ഈ വെക്റ്റർ എടുത്തപ്പോൾ എന്താണ്? നമുക്ക് കോമ്പിനേഷനായിട്ട് വന്നു. അപ്പോൾ ടോട്ടൽ 2 വെക്റ്റേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ട് ഉള്ളൂ. ഓക്കെ, സോ 2 വെക്റ്റേഴ്സാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഈ 3 വെക്റ്റേഴ്സ് R4 ജനറേറ്റ് ചെയ്യാൻ ആവശ്യമില്ല. ഈ 2 എണ്ണം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോറി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ജസ്റ്റ് ആ പറഞ്ഞത് നോട്ട്സായിട്ട് എഴുതി വെച്ചു എന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെക്റ്റേഴ്സ് ഇൻ R⁴ വെക്റ്റേഴ്സാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ഫോംസ് എ ബേസിസ് ഓഫ് R⁴. അതായത് ഇവന്മാരെ 4 പേരെ കൊണ്ട് എന്താണ് R4-നൊരു ബേസിസ് ഫോം ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവന്മാർ 4 പേരും എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സാണ്, സ്പാൻ ചെയ്യും, R4-നെ സ്പാൻ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ. രണ്ടാമത്തെ ഓപ്ഷനിൽ ജനറേറ്റ്സ് എ സബ്സ്പേസ് ഓഫ് R⁴ ഓഫ് ഡയമെൻഷൻ 3. അതായത് R⁴ ഒരു സബ്സ്പേസ് ഉണ്ട്. ആ സബ്സ്പേസിൽ ഉള്ള ആൾക്കാർ എത്ര പേരാണ്? 3 പേരാണ്. ആ 3 പേരെന്താണ്? R4-നെ സ്പാൻ ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 3 പേരുണ്ട്. ആ 3 പേര് R4-നെ സ്പാൻ ചെയ്യുന്നു. ഓപ്ഷൻ സി പറയുന്നത് 2 പേരുണ്ട്. ആ 2 പേര് R4-നെ ജനറേറ്റ് ചെയ്യിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്? ഈ 4 വെക്റ്റേഴ്സും ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ V1 എന്ന് പറയുന്നത് 1 1 1 1. ഇതെന്താണ്? ഒരു സംശയമില്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി V2 എന്ന് പറയുന്നത് 1 2 3 4 ആണ്. ഇത് ഈ പറയുന്നതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടല്ല ഇവൻ വരുന്നത്. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി നമ്മൾ V3 ആണ് എടുക്കുന്നത്. V3-നെ നമുക്ക് A × V1 + B × V2 എന്ന് എഴുതാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, അങ്ങനെ എഴുതാൻ പറ്റുമെങ്കിൽ എന്താണ്? V3 ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒന്നാണ്. അപ്പം നമുക്ക് V3 എന്ന് വെച്ചാൽ 2 5 6 4 ഈക്വൽ ടു ഇവിടെ 2 ആണ്.
അപ്പോൾ ഇവിടെ 2 വരും. ഓക്കെ, ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എ ഇൻറ്റു V1 1 1 1 1 പ്ലസ് ബി ഇൻറ്റു 1 2 3 4. ഓക്കെ, അതായത് 2 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 എ പ്ലസ് ബി, ഇതൊരു ഇക്വേഷൻ. അടുത്തത് 5 ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 1 എ പ്ലസ് 2b. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഈ രണ്ടെണ്ണം സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് കുറയ്ക്കാവേ. ഓക്കെ, കുറയ്ക്കുമ്പോൾ ബി ഈസ് ഈക്വൽ ടു 3 കിട്ടും. അതിൽ നിന്ന് എ എന്ന് പറയുന്നത് എന്താണ്, ഇവൻ ഇങ്ങോട്ട് പോകുമ്പോൾ എ ഈസ് ഈക്വൽ ടു -1. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ ഏതാ വരുന്നത്, എ ഇൻറ്റു 1 എ പ്ലസ് 3b ഈക്വൽ ടു 6. അതുപോലെ തന്നെ എ പ്ലസ് 4b ഈക്വൽ ടു 4. നമുക്ക് എക്ക് -1 ഇട്ട് കൊടുക്കാം. -1 പ്ലസ് 3 ഇൻറ്റു 3 9 ഈക്വൽ ടു -1 പ്ലസ് 9 എത്രയാണ്, 8. 8 നോട്ട് ഈക്വൽ ടു 6 ആണ്. ഇനി ഇതും കൂടി ശരിയാവുകയാണെങ്കിൽ ഈ വെക്ടർ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇനി എക്ക് -1 പ്ലസ് 4 ഇൻറ്റു 3 12 ഈസ് ഈക്വൽ ടു 11 നോട്ട് ഈക്വൽ ടു എന്താണ്, 4 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഇവനെയും കൂടി ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാൻ ഇത് മാറ്റി കളയാവേ. സോറി. ഓക്കെ, ഇവിടെ 2 6 8 5, ഇവിടെ പ്ലസ് സി ഇൻറ്റു, അതായത് ഈ V4ന് ഈ 3 വെക്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതുമെന്നല്ലേ നോക്കണ്ടേ. അപ്പോൾ 2 5 6 4. ഓക്കെ, നമുക്ക് നോക്കാം. എ പ്ലസ് ബി പ്ലസ് 2c ഈക്വൽ ടു 2. രണ്ടാമത്തത് എ പ്ലസ് 2b പ്ലസ് 5c ഈക്വൽ ടു 6. ഇനി മൂന്നാമത്തത് അതിന് മുന്നേ ഇത് രണ്ടും ഒന്ന് സോൾവ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാം. സോ ബി പ്ലസ് 3c ഈക്വൽ ടു 4. ബി പ്ലസ് 3c ഈക്വൽ ടു 4 കിട്ടും. ഇനി ബി ഈസ് ഈക്വൽ ടു 4 മൈനസ് 3c ആണ്. ഇനി അടുത്ത ഇക്വേഷൻ ഏതാ വരുന്നത്, എ പ്ലസ് 3b പ്ലസ് 6c. സോ എ പ്ലസ് 3 ഇൻറ്റു 4 മൈനസ് 3c പ്ലസ് 6c ഈക്വൽ ടു 8. സോ എ പ്ലസ് 12 മൈനസ് 9c പ്ലസ് 6 ഈക്വൽ ടു 8. സോ ഈ 12നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -4 കിട്ടും. -9c പ്ലസ് 6c എന്ന് പറയുന്നത് -3c ആണ്. അപ്പം അതങ്ങനെ കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് എ എന്ന് പറയുന്നത് -4 പ്ലസ് 3c കിട്ടിയേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇക്വേഷൻ ഏതാണ്, എ പ്ലസ് 4b പ്ലസ് 4c ഈക്വൽ ടു 5. നമുക്കിതിൽ നിന്ന് സി കിട്ടണം. സി കിട്ടാൻ വേണ്ടി നമുക്ക് എക്ക് പകരം -4 പ്ലസ് 3c കൊടുക്കാം. പ്ലസ് 4 ഇൻറ്റു 4 മൈനസ് 3c പ്ലസ് 4c ഈക്വൽ ടു 5. അതായത് -4 പ്ലസ് 3c പ്ലസ് 16 മൈനസ് 12c പ്ലസ് 4c ഈക്വൽ ടു 5 പ്ലസ് 3c പ്ലസ് 4c പ്ലസ് 7c ആണ്
-12c + 7c എന്ന് പറയുന്നത് എത്രയാണ്? 5. ഓക്കെ, അപ്പോൾ 5c -5c -4ഉം ഇവിടെ ഒരു +16 കൂടിയുണ്ട്. സോ +12 = 5. 12 is equal to -5c = 5 - 12, which is equal to 7. C is equal to -7/5. ഓക്കെ, നമുക്ക് ഇവിടെ 2 അല്ലേ വരുന്നത്. അപ്പോൾ 2 വരുമ്പോൾ അടുത്ത ഇക്വേഷനിൽ ഇവിടെ 2b + 4c, ഇവിടെ 2b ആണ് വരുന്നത്. 2b. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 2b കിട്ടണ്ടോ നോക്കാം. അപ്പോൾ 5 = a + 2b + 4c. So 5 is equal to -4 + 3c + 2 × 4 - 3c + 4c. So 5 = -4 + 3c + 8 - 6c + 4c. ഓക്കെ, ഇനി -6c + 4c എന്ന് പറയുന്നത് -2c ആണ്. നമുക്ക് -2c എന്ന് എഴുതാം. -2c + 3c എന്ന് പറയുന്നത് +1c. അപ്പോൾ c = 5 + 4 - 8 എന്ന് പറയുന്നത് 9 - 8. c = 1 കിട്ടി. അപ്പോൾ c നമുക്ക് 1 കിട്ടി. a എന്താണ്? -4 + 3 എന്ന് പറയുന്നത് -1. ഓക്കെ, a -1. b എന്ന് പറയുന്നത് ഇവിടെ × 1 ചെയ്യുമ്പോൾ 4 - 3, bയും 1 കിട്ടിയേ. ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. എക്ക് -1 ഇങ്ങ് മാറ്റിയിടാം. ഇവിടെ ഈ ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ദാറ്റ് മീൻസ് -1 + 1 + 2 × 1 2. അപ്പോൾ -1 + 1 0 ആയി. 2 = 2 ആണ്. ഓക്കെ, ചാൻസ് കുറവാണ്. നമുക്കിതും ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം. ഇവിടെ എക്ക് -1 ഇട്ടു, +2 × 1 2 +5 × c എന്ന് പറയുന്നത് 5. 2 + 5 7, 7 - 1 6. ഇവിടെയും സാറ്റിസ്ഫൈ ചെയ്യാണ്. ഇനി ഇതിലേക്ക് അടുത്ത ഇക്വേഷൻ ഏതാണ്? ഇതല്ലേ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ -1 + 3 + 6. 6 + 3 9, 9 - 1 എന്താണ്? 8 ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. ഓക്കെ, ഇനി ഇവിടെ നോക്കുവാണെങ്കിലും എക്ക് -1, ബിക്ക് 1 + 4 എന്ന് പറയുന്ന 2 + 4 6, 6 - 1 5. അപ്പോൾ എന്താണ്? ഈ വെക്ടർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ ജനറേറ്റ്സ് എ സബ്സ്പേസ് ഓഫ് r⁴ ഓഫ് ഡയമെൻഷൻ 3 ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡയമെൻഷൻ ഓഫ് സ്പേസ് W1 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ a b c സച്ച് ദാറ്റ് a + b + c = 0 ആൻഡ് W2 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ a b c സച്ച് ദാറ്റ് a = b = c ഓഫ് r³ r റെസ്പെക്റ്റീവ്ലി. അപ്പോൾ r³ എന്ന സ്പേസിലെ 2 സബ് സ്പേസുകളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവരുടെ എന്താണ്? ഡയമെൻഷനാണ് ചോദിച്ചേക്കുന്നത്. അതായത് എന്താണ്? എത്ര ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സ് ഈ പറയുന്ന സ്പേസിലുണ്ട്, അവ നമ്മുടെ r³ എന്ത് ചെയ്യണം? സ്പാൻ ചെയ്യണം. ഓക്കെ, ജനറേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഇത് കാണാനായിട്ട് ഇത്രയും ചെയ്താൽ മതി.
നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്? 3 മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് എത്രയാണ്? 1. അപ്പോൾ ആദ്യത്തെ 2 ആണ് ആൻസർ. ഇനിയിപ്പോൾ ഇവിടെ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അവ രണ്ടും എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് 2 ആയിട്ട് എടുക്കാം. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ കൺസ്ട്രെയിൻസ് 1 ആയിട്ടാണ് എടുക്കാവുള്ളൂ. നമുക്ക് അങ്ങനത്തെ നോക്കാം. ഇനി ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് പറയുന്നത് 3 ആണ്. നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇവിടെ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്? ഇവിടെ 2 ഈക്വൽ സൈൻ അല്ലേ ഉള്ളൂ. അപ്പോൾ 2 കൺസ്ട്രെയിൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. 3 മൈനസ് 2 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സോ ആൻസർ വരുന്നത് 2 ആൻഡ് 1 ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, ഇവിടെ എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. അപ്പോൾ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇവിടെ ഈ പറയുന്ന പോലെ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നോക്കിക്കേ, ദ ഡൈമെൻഷൻ ഓഫ് സബ്സ്പേസ് W ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1 x2 x3 x4 x5 such that 3x1 minus x2 plus x3 equal to 0 of r raised to 5. അപ്പോൾ ഒരു കൺസ്ട്രെയിൻ തന്നിട്ടുണ്ട്. ടോട്ടൽ എത്ര വേരിയബിൾസ് ഉണ്ട്? 5 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ 5ൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? ഒരു കൺസ്ട്രെയിൻ കുറച്ചാൽ മതി. അതായത് 4 പേര് മതി ശരിക്കും. ഓക്കെ, 4 പേര് മതി എന്ത് ജനറേറ്റ് ചെയ്യാനായിട്ട്? നമ്മുടെ R5നെ ജനറേറ്റ് ചെയ്യാനായിട്ട് 4 പേര് മതി. ഓക്കെ, 5 പേരിൻ്റെ ആവശ്യം ഇല്ല. ഇനി ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ ഡൈമെൻഷൻ ഓഫ് സബ്സ്പേസ് W ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1 x2 x3 സച്ച് ദാറ്റ് 2x1 പ്ലസ് 4x2 പ്ലസ് x3 ഈക്വൽ ടു 0 x1 പ്ലസ് 2x2 പ്ലസ് 3x3 ഈക്വൽ ടു 0 ഓഫ് R5 ഈസ്. അപ്പോൾ നമ്മളിവിടെ എന്താണ് നോക്കണ്ടേ? നമ്പർ ഓഫ് വേരിയബിൾസ് മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് എത്ര പേരാണ്? 3 പേര് മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ്. ഇവിടെ 2 കൺസ്ട്രെയിൻസ് ആണ് ഉള്ളത്. 2 എന്ന് എടുക്കാം, പക്ഷേ ഇവരെന്തായിരിക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകണം. ഓക്കെ, അല്ല ഇതിൻ്റെ സ്കെയിലാർ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇത് വരുന്നതെങ്കിൽ ഇതെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇതിന് നമ്മൾ ഇൻറ്റു 2 ചെയ്ത് ഇത് കിട്ടുമോ നോക്കി. ഇവിടെ ഇൻറ്റു 2 ചെയ്ത് 2x1, ഇവിടെ ഇൻറ്റു 2 ചെയ്ത 4x2, ഇവിടെ ഇൻറ്റു 2 ചെയ്താൽ 6x3 ആണ് വരേണ്ടത്. അപ്പോൾ ഇതെന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ്. അപ്പോൾ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് 2 ആണ്. 3 മൈനസ് 2 ഈക്വൽ ടു 1 ആണ് ആൻസർ വരിക. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ദ ഡൈമെൻഷൻ ഓഫ് സബ്സ്പേസ് W തന്നിട്ടുണ്ട്. സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ x1 x2 x3 സച്ച് ദാറ്റ് 2x1 പ്ലസ് 4x2 പ്ലസ് x3 ഈക്വൽ ടു 0 7x1 പ്ലസ് 14x2 പ്ലസ് 4x3 ഈക്വൽ ടു 0 x1 പ്ലസ് 2x2 പ്ലസ് 3x3 ഈക്വൽ ടു 0 ഓഫ് R5 ഈസ്. അതായത് എന്താണ്? ഈ W എന്ന് പറയുന്ന സബ്സ്പേസിൻ്റെ ഡൈമെൻഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് അവിടെ എത്ര വെക്റ്റേഴ്സിനെയാണ് നമുക്ക് ആവശ്യം? അതായത് R5 എന്ന സ്പേസ് ജനറേറ്റ് ചെയ്യാനായിട്ട് എത്ര വെക്റ്റേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ V1 നമ്മൾ ഇതിന് മുന്നേ ചെയ്ത പോലെ തന്നെ V1 നമ്മൾ എന്തായിട്ട് എടുത്തു? 2 4 1. ഓക്കെ, ഇനി V2 എന്ന് പറയുന്നത് എന്താണ്? V2 ഈക്വൽ ടു 7 14 4. ഇനി V3 എന്ന് പറയുന്നത് എന്താണ്? 2 3 x1 ഇല്ലല്ലോ. അപ്പോൾ 0 2 3. ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കിക്കേ, V1 എന്ന് പറയുന്നത് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരാളുള്ളൂ, ഒരു പ്രശ്നവുമില്ല, എന്തായാലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി V2 നോക്കിക്കേ, അതായത് ഈ 2 4 1ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണോ കിടക്കുന്നത്?
അല്ല, മൾട്ടിപ്പിൾ ആയിട്ടല്ല കിടക്കുന്നത്. അപ്പോൾ ഇവനും എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി ഇവനെക്കുറിച്ചും കൂടി നമുക്ക് ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇവനും കൂടി എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ടോട്ടൽ എത്ര വെക്റ്റേഴ്സിൻ്റെ ആവശ്യമുണ്ട്? 3 വെക്റ്റേഴ്സ്. ഇവനും കൂടി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലെങ്കിൽ നമുക്ക് 2 വെക്റ്റേഴ്സിൻ്റെയാണ് ആവശ്യമുള്ളൂ. നമുക്ക് നോക്കാം. അതായത് V3നെ നമുക്ക് ഇവരുടെ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമോ നമുക്ക് നോക്കാം. അതായത് നമുക്ക് A ഇൻറ്റു V1 എന്ന് പറയുന്നത് 2 4 1 പ്ലസ് B ഇൻറ്റു V2 എന്ന് പറയുന്നത് 7 14 4. ഓക്കെ, ഇനി നമുക്ക് ഇതെഴുതാം. ഇവിടെ 2A പ്ലസ് 7B 2A പ്ലസ് 7B എന്ന് പറയുന്നത് 0 കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ 4A പ്ലസ് 14B ഈക്വൽ ടു 2 കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ ഇക്വേഷൻ വരുന്നത് A പ്ലസ് 4B ഈക്വൽ ടു 3 ആണ്. ഓക്കെ ആണോ? ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ 2A പ്ലസ് 7B 4A പ്ലസ് 14B ഈക്വൽ ടു 2. നമുക്കിതൊന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. ഫസ്റ്റ് 2 ഇക്വേഷൻസ് 4A പ്ലസ് 14B ഈക്വൽ ടു 2. ഇവിടെ നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4A പ്ലസ് 14B ഈക്വൽ ടു എന്താണ്, ഈക്വൽ ടു 0 ഇറ്റ്സെൽഫ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ എന്താണ്, ഇതിൻ്റെ സ്കെയിലർ മൾട്ടിപ്പിൾ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക, ഈ V3 എന്ന് പറയുന്ന വെക്ടറിൻ്റെ ആവശ്യമില്ല. അതെന്തല്ല, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമുക്ക് എത്ര വെക്റ്റേഴ്സിൻ്റെ ആവശ്യം വന്നോളൂ? 2 വെക്റ്റേഴ്സ് കൊണ്ട് R5 എന്ന സ്പേസ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ്, 3 മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് അതെന്താവണം, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എത്ര എണ്ണം നമുക്ക് കിട്ടിയേക്കുന്നത്, 2 എണ്ണം. അപ്പോൾ 3 മൈനസ് 2 എന്ന് പറയുന്ന 1 ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദ ഡൈമെൻഷൻ ഓഫ് സബ്സ്പേസ് W ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ x1 x2 x3 x4 സച്ച് ദാറ്റ് 3 ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട് ഓഫ് R5. ഇതുപോലെ തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആദ്യം V1 എഴുതാം. V1 ഈസ് ഈക്വൽ ടു 2 4 1. അതുപോലെ V2 ഈസ് ഈക്വൽ ടു 1 2 3. V3 ഈക്വൽ ടു 1 2 3. ഓക്കെ, ഇനി നമുക്ക് V1 എന്ന് പറയുന്നത് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സിംഗിൾ വെക്ടർ ഒന്നും നോക്കാനില്ല. V2 എന്ന് പറയുമ്പോൾ ഇവൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണോ വരുന്നതെന്ന് നോക്കാം. അല്ല, അപ്പോൾ ഇവനും എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ 2 ആൾക്കാരായി. ഇനി ഇവനെയും കൂടി നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1 2 3 ഈക്വൽ ടു A ഇൻറ്റു V1 എന്ന് പറഞ്ഞാൽ 2 4 1 പ്ലസ് B ഇൻറ്റു V2 എന്ന് പറയുന്നത് 1 2 3. ഓക്കെ, 1 2 3. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 2x1 പ്ലസ് 4x2 പ്ലസ് x3 ഈക്വൽ ടു 0. ഇവിടെ x1 പ്ലസ് 2x2 പ്ലസ് 3x3 ഈക്വൽ ടു 0. ഇവിടെയും x1 പ്ലസ് 2x2 പ്ലസ് 3x3 ഈക്വൽ ടു 0 അല്ലേ? രണ്ടും എന്താണ്, സെയിം ഇക്വേഷൻ അല്ലേ? അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ അപ്പോൾ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് എത്ര എണ്ണം വരുള്ളൂ, 2 എണ്ണം വരുള്ളൂ. ഈ മൂന്നാമത്തേന് എടുക്കേണ്ട ആവശ്യമുണ്ടോ, രണ്ടും ഒരാളല്ലേ? അപ്പോൾ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് വെച്ചാൽ എത്രയാണ്, 4 മൈനസ് നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് എത്രയാണ് വരുന്നത്, 2 അല്ലേ? അപ്പോൾ 4 മൈനസ് 2 ഈക്വൽ ടു 2 ആണ് ആൻസർ വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡൈമെൻഷൻ ഓഫ് വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ 3x3 സിമെട്രിക് മെട്രിസസ് ഓവർ R. അതായത് ഈ 3x3 സിമെട്രിക് മെട്രിസസ് വിത്ത് റിയൽ എൻട്രീസ് അതിൻ്റെ ആ വെക്റ്റർ സ്പേസിൻ്റെ ഡൈമെൻഷനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു സിമെട്രിക് മെട്രിക്സ് എങ്ങനെ എഴുതണ്ടേ? ഇപ്പോൾ ഞാനിവിടെ 3 എൻട്രീസ് തന്നെ ഉള്ള നമുക്ക് എടുക്കാം. ഒരു 3x3 മെട്രിക്സ് തന്നെ എടുക്കാം.
1 2 3. സിമെട്രിക് മെട്രിക്സ് എന്ന് വെച്ചാൽ എ എന്ന് പറയുന്നത് എന്താവണം? എ ട്രാൻസ്പോസ് ആവണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 ഇവിടെ എഴുതി, അത് തന്നെ താഴോട്ടും വരണം 1 2 3. ഇനി അടുത്തത് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഡിജിറ്റ് വെച്ച് ചെയ്യാം. ഇവിടെയും ഇഷ്ടമുള്ള ഡിജിറ്റ് എടുക്കാം. ഇപ്പം ഞാൻ 4 എടുത്തു, 5 എടുത്തു. അടുത്തത് ഇവിടെ എഴുതേണ്ട ഡിജിറ്റ് ഏതാണ്? ഇവിടെ കാണുന്ന ഈ ഡിജിറ്റാണ് എഴുതേണ്ടത്. ഓക്കെ, 5 അടുത്ത ഇഷ്ടമുള്ള ഡിജിറ്റ് എടുക്കാം. അപ്പോൾ ഇവിടെ എനിക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? എനിക്കിവിടെ 3 പോസിബിലിറ്റീസ് ഉണ്ട്. എനിക്ക് 3 പോസിബിലിറ്റീസ് എഴുതാനുണ്ട്. ഇനി ഇവിടെ നോക്കുമ്പോൾ എനിക്ക് എത്ര പോസിബിലിറ്റി ഉള്ളത്? ഇവിടെ ഓൾറെഡി ഫിക്സ്ഡ് ആക്കി വെച്ചേക്കുക. ഓക്കെ, ഇവിടെയാണ് എനിക്ക് പുതിയതായിട്ട് എഴുതാനുള്ള പോസിബിലിറ്റി. അപ്പോൾ അവിടെ 2. ഇനി ഇവിടെയും ഫിക്സ്ഡ് ആക്കി വെച്ചേക്കാം. ഇവിടെ 5 തന്നെ വേണം. ഇവിടുത്തെ പോസിബിലിറ്റി എന്താണ്? 1 ആണ്. ഓക്കെ, n/n മെട്രിക്സ് ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? n/n എന്ന് പറയുമ്പോൾ ഇവിടെ n വരും, അടുത്തത് n-1 വരും, അടുത്തത് n-2 വരും, അങ്ങനെ പോയി 1 വരെ പോവും. ഓക്കെ, അപ്പോൾ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സമ്മാണ്, സോറി. അപ്പോൾ എന്താ വരുന്നത്? n ഇൻറ്റു n+1/2 ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ എന്നിൻ്റെ കേസിൽ ഇവിടെ എന്താണ്? 3 × 3+1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 4 ഡിവൈഡഡ് ബൈ 2. സോ 3 × 2 6. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരിക? 6 ആണ് വരിക. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 + 2 + 1 6 അല്ലേ? ഓക്കെ, പിന്നെ ഇവിടെ ഓർക്കുക, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n × n+1/2. ഇനി ഇവിടെ സിമെട്രിക് മെട്രിക്സിന് പകരം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഫോർമുല മാറി എന്ത് വരും? n × n-1/2 ആകും. ഓക്കെ, n × n-1/2 ആകും. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡയമെൻഷൻ ഓഫ് വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ 3x3 മെട്രിസസ് വിത്ത് ട്രേസ് 0. അപ്പോൾ ദ ഡയമെൻഷൻ ഓഫ് വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ 3x3 മെട്രിസസ്, അതിൻ്റെ ഡയമെൻഷൻ, അതായത് ഡയമെൻഷൻ ഓഫ് വെക്റ്റർ സ്പേസ് ഓഫ് n/n മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? n² ആണ്. അതായത് ഇവിടെ 9 ആണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ട്രേസ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇതൊരു ഇക്വേഷനാണ്. അപ്പോൾ ഈ സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 0 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? നമ്മൾ ഡയമെൻഷൻ ഒന്ന് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 9 - 1 എന്ന് പറയുന്നത് 8 ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ദ ഡയമെൻഷൻ ഓഫ് വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ 3x3 മെട്രിസസ് എന്ന് പറയുമ്പോൾ ട്രേസ് 0 ആണ്. അതായത് സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്താണ്? 0 ആണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്? ഒരു 3 എലമെൻറ്റ്സ് കുറയ്ക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ട്രേസ് എന്ന് പറയുന്നത്, ട്രേസ് 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യാം. സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എന്താണ്? ടോട്ടൽ ഡയമെൻഷനിൽ നിന്ന് എന്ത് കുറയുന്നു? ഈ സം കുറയുന്നു. ഓക്കെ, അതായത് 1 കുറയുകയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, let V be a vector space of all matrices of order 2 over R. ഓക്കെ, ഓർഡർ 2 വരുന്ന മെട്രിക്സിൻ്റെ കളക്ഷനാണ് V എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ്. ലെൻ W1 is equal to set of all symmetric matrices ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി W2 എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ മെട്രിക്സ് ഓഫ് ദ ഫോം x, y, z 0 ആണ് വിത്ത് x, y, z in R. നമ്മളോട് W1 ഇൻ്റർസെക്ഷൻ W2 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ W1 കൂടി എഴുതാം. ഇവിടെ സിമെട്രിക് മെട്രിക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സ് വൈ എഴുതുവാണെങ്കിൽ ഇവിടെ എന്താ എഴുതണം? വൈ എഴുതണം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാമല്ലോ. ഇഷ്ടമുള്ളത് ഞാൻ ഇസഡ് എന്ന് എഴുതി. ഇനി ഇതിൻ്റെ എന്തെടുക്കുക? ഇൻ്റർസെക്ഷൻ എടുക്കുക. അപ്പോൾ എക്സ് ഇൻ്റർസെക്ഷൻ എക്സ് എന്ന് വെച്ചാൽ എന്താ? എക്സ് തന്നെ. വൈ ഇൻ്റർസെക്ഷൻ വൈ, വൈ. ഇനി
ഇവിടെ വൈ ഇൻ്റർസെക്ഷൻ ഇസഡ്, നമ്മൾ ഇവരെ ഇൻ്റർസെക്ഷൻ എടുക്കുന്ന കേസിൽ ഇവരെ ഈക്വലായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ വൈ ഇൻ്റർസെക്ഷൻ ഇസഡിനെ നമുക്ക് വൈ എന്നെടുക്കാം. ഇവിടെ ഇസഡ് ഇൻ്റർസെക്ഷൻ 0 എന്താണ്? 0 ഓക്കെ. അപ്പോൾ ഇവിടെ എത്ര പേരെ ഞാൻ യൂസ് ചെയ്തു? ഇതിൽ 1 2 2 ആൾക്കാരെ മതി. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ 2 ആൾക്കാരെയാണ് യൂസ് ചെയ്തിട്ടാണ് ഈ മെട്രിക്സ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. ഇവിടെ ഞാൻ പറഞ്ഞു വൈ ഇൻ്റർസെക്ഷൻ ഇസഡ് നമ്മൾ ഈക്വലായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. കാരണം എന്താണ്? ഇവിടെ W1 എന്ന് പറയുന്നത് എന്താണ്? സിമെട്രിക് മെട്രിക്സ് ആണ്. നമുക്കൊരു ഇൻ്റർസെക്ഷൻ എടുക്കണമെങ്കിൽ ഇവനും എന്തായിരിക്കണം? സിമെട്രിക് മെട്രിക്സ് ആവണം. അപ്പോൾ ഇവൻ സിമെട്രിക് മെട്രിക്സ് ആകുന്നത് എപ്പോഴാണ്? ഇസഡ് എന്ന് പറയുന്നത് വൈ ആകുമ്പോഴാണ്. സോ വൈ ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്നത് 0. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് V1 V2 ബി സബ്സ്പേസസ് ഓഫ് R⁴ ഗിവൺ ബൈ V1 തന്നിട്ടുണ്ട് ആൻഡ് V2 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദെൻ ഡയമെൻഷൻ ഓഫ് V1 ഇൻ്റർസെക്ഷൻ V2 ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ. അതായത് V1 ഇൻ്റർസെക്ഷൻ V2ൽ എത്ര ആൾക്കാരുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ V1ലും V2ലും കൂടി രണ്ടിലും കൂടി എത്ര പേരുണ്ട്, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനും കൂടി നമുക്ക് കമ്പൈൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ B - 2C + D = 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് B - 2C + D = 0, അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇവിടെ A = D എന്ന് പറഞ്ഞിട്ടുണ്ട്, B = 2C എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ 4 പേരാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ B = 2C. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ കൊണ്ടുവന്ന് കൊടുക്കാം. ബിയുടെ സ്ഥാനത്ത് 2C കൊണ്ടുവന്ന് കൊടുത്താൽ 2C - 2C + D = 0. അതായത് D എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? 0 ആയിട്ട് കിട്ടി. D 0 ആണ്. D 0 ആണെങ്കിൽ A എന്താകും? 0 ആകും. B എന്ന് പറയുന്നത് എന്താണ്? 2C ആണ്. ഇവിടെ C തന്നെ. അപ്പോൾ ഇവിടെ എത്ര പേരെയാണ് നമ്മൾ യൂസ് ചെയ്തത്? എത്ര വെക്റ്റേഴ്സിനെയാണ് യൂസ് ചെയ്തത്? ടോട്ടൽ 4 വെക്റ്റേഴ്സ് ഉണ്ട്. അതിൽ എത്ര പേരെയാണ് ഞാൻ യൂസ് ചെയ്തോളൂ? ഒരാളെയാണ് യൂസ് ചെയ്തോളൂ. അപ്പോൾ ഇതിൽ വരുന്ന ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ ഒരു കാരണവശാലും ഈ 4ൽ നിന്ന് കുറയ്ക്കരുത്. നമ്പർ ഓഫ് വേരിയബിൾസിൽ നിന്ന് കുറയ്ക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സാണ് കുറയ്ക്കേണ്ടത്. ഓക്കെ. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ഡയമെൻഷൻ ഓഫ് സബ്സ്പേസ് W ഓഫ് സെറ്റ് ഓഫ് ഓൾ 2/2 സ്പാൻഡ് ബൈ, അതായത് W എന്ന സബ്സ്പേസിൽ ഇവരെ കൊണ്ട് സ്പാൻ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന 2/2 മെട്രിക്സ് ആണ് നമ്മുടെ Wയിൽ ഉള്ളത്. അപ്പോൾ എത്ര ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വെക്റ്റേഴ്സ് ആവശ്യമുണ്ട്? ഈ 4 പേരെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ 4ന് താഴെ മതിയോ? അതായത് 2/2 മെട്രിസസ് ഉണ്ടാക്കാനായിട്ട് ഇവന്മാർ 4 പേരെ വേണോ, അതോ 3 പേര് വേണോ, അതോ 2 പേര് വേണോ, അതോ ഒരാൾ വേണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ V1 ഒന്നിച്ചെഴുതാം. നമുക്ക് 1 - 5 - 4 2. ഇതാണ് നമ്മുടെ V1. V2 എന്ന് പറയുന്നത് 1 1 -1 5. V3 എന്ന് പറയുന്നത് 2 -4 -5 2 -4 -5 7. ഓക്കെ. ഇനി V1 എന്ന് പറയുന്നത് എന്താണ്? V1 എന്ന് പറയുന്നത് ലീനിയർലി എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. V2 നോക്കുമ്പോഴും ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടല്ല വരുന്നത്. അപ്പോൾ ഇതും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്, ഇതും ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഇനി ഇതും കൂടി നമുക്കൊന്ന് നോക്കണം. ഒരാളും കൂടി ഉണ്ടല്ലോ. V4 എന്ന് പറയുന്നത് എന്താണ്? 1 -7 -5 1. അപ്പോൾ നമുക്ക് നോക്കാം. 2 -4 -5 7. ഒരു സെക്കൻഡ്. 7 നമുക്ക് ഇവരുടെ കോമ്പിനേഷനായിട്ട് എഴുതാവോ നോക്കാം. ഇവിടെ നോക്കിക്കേ. ഇവിടെയാണ് ഞാൻ ശ്രദ്ധിച്ചേ. 1 + 1 എന്താ? 2 ആണ്. -5 + 1 എന്താ? -4 ആണ്. -4 - 1 -5
2 + 5 എന്താണ് 7 ആണ്. അപ്പോൾ ഇതെന്താണ് V3 പറ്റത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഇവന്മാരെ കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കിക്കേ. ഇവിടെ 1 -7 -5 1 അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരെണ്ണത്തിന് ഇപ്പോൾ ഒഴിവാക്കി കിട്ടിയല്ലോ. നമുക്ക് അടുത്തതിനെ പിടിക്കാം. ഇവിടെ 1 -7 -5 1 = a × 1 -5 -4 2 + b × 1 1 -1 5. ഓക്കെ, അപ്പോൾ നമുക്ക് a + b = a × 1 a + b എന്ന് പറയുന്നത് എന്താണ് 1. ഇനി നമുക്ക് അടുത്ത ഇക്വേഷനും കൂടി എഴുതാം. -5a + b = -7. നമുക്കിനി ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ a -5a എന്ന് പറയുന്നത് 6a + 0 = 1 -7 8. അപ്പോൾ a = 8/6 ആണ്. അതായത് 4/3 വരും. ഓക്കെ, എ എന്ന് പറയുന്നത് 4/3 ആണ്. മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. 1 -5 -4 2. ഇവിടെ 1 1 -1 5. a + b എന്ന് പറയുന്നത് 1 -5a + b എന്ന് പറയുന്നത് -7. കുറയ്ക്കുമ്പോൾ 6a = 8. ഓക്കെ, അങ്ങനെയാണെങ്കിൽ b എന്ന് പറയുന്നത് എന്താണ് b = 1 -4/3 എന്ന് പറയുന്നത് നമുക്ക് 3 -4/3 = -1/3 ആണ് ആൻസർ വരുന്നത്. b എന്ന് പറയുന്നത് -1/3. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? -4a - b = -5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. -4 × 4/3 -b, അതായത് +1/3 = -5 ആണോ നോക്കാം. -16/3 + 1/3. ഓക്കെ, -16 + 1 എന്ന് വെച്ചാൽ എന്താ -15 ആണ്. -15/3 എത്രയാണ് -5 ആണ്. ഓക്കെ, അപ്പോൾ ഈക്വലായിട്ടല്ലേ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവനും പറ്റില്ല, ഇവനും പറ്റില്ല. അപ്പോൾ ടോട്ടൽ എത്ര വെക്റ്റേഴ്സാണ് ആവശ്യമുള്ളൂ? ഇവനെയും കൊണ്ട് തന്നെ നമുക്ക് സ്പാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവന്മാരെ കൊണ്ട് ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ 2 ആണ് ആൻസർ വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡയമെൻഷൻ ഓഫ് സബ്സ്പേസ് ഓഫ് ഓൾ 3/3 റിയൽ മെട്രിക്സ് വിത്ത് aij = 0 ഫോർ i > j. അപ്പോൾ 3/3 മെട്രിക്സാണ്. 3/3 മെട്രിക്സിൻ്റെ ഡയമെൻഷൻ ഒന്നും നോക്കണ്ട, 3 × 3 9 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്കത് നോക്കാം. ആദ്യം ജസ്റ്റ് ഒന്ന് എഴുതാം. a11 a12 a13 a21 a22 a23 a31 a32 a33. ഇനി ഇവിടെ aij = 0 ആകുന്ന എപ്പോഴാണ്? i > j ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ i > j ആണ്, ഇവിടെ i > j ആണ്, ഇവിടെ i > j ആണ്, പിന്നെ ഇവിടെയും i > j ആണ്. ഓക്കെ, അപ്പോൾ ഇവൻ 0 ആയി, ഇവൻ 0 ആണ്, ഇവൻ 0 ആണ്, ഇവൻ 0 ആണ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ബാക്കി? 1 2 3 4 5 പേരേ ഉള്ളൂ. 5 പേരുള്ളൂല്ലോ. ഒരു സെക്കൻഡ്. 3/3 എന്ന് പറയുമ്പോൾ 2 > 1. ഓ, ഇവിടെ നോക്കിക്കേ, 2 > 3 അല്ലല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ a23 തന്നെയാണ്. ഓക്കെ, അപ്പോൾ 0 ആവുന്നത് ഇവനും ഇവനും ഇവനുമാണ്. അപ്പോൾ റിമൈനിങ് എത്ര പേരുണ്ട്? 1 2 3 4 5 6. ടോട്ടൽ 6 പേരെ മതി. ഓക്കെ, ഒരു മെട്രിക്സ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് 6 പേരെയാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. WB ദ സബ്സ്പേസ് ജനറേറ്റഡ് ബൈ ദ പോളിനോമിയൽ P1 തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ P2 തന്നിട്ടുണ്ട്, P3 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡയമെൻഷൻ ഓഫ് W ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ,
അപ്പോൾ W be the subspace generated by P1, P2, P4 കൊണ്ടുണ്ടാക്കിയേക്കുന്ന P3 കൊണ്ടുണ്ടാക്കിയേക്കുന്ന സബ്സ്പേസാണ്, പോളിനോമിയൽസിൻ്റെ കളക്ഷനാണ്. അപ്പം നമുക്ക് എത്ര പേരെയാണ് ആവശ്യം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് V1 ആയിട്ട് 1, 2, -2, 1 എടുക്കാം. V2 ആയിട്ട് നമുക്ക് 1, 3, -1, 4 എടുക്കാം. പിന്നെ V3 ആയിട്ട് 2, 1, -7, 7 എടുക്കാം. ഓക്കെ, ഇനി V1 എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. V2 നോക്കിക്കേ, ഇതിൻ്റെ കോമ്പിനേഷൻ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടല്ല വരുന്നത്. അപ്പോൾ 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവനാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവൻ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നില്ല അല്ലേ? നമുക്ക് നോക്കാം. 2, 1, -7, 7 equal to A into 1, 2, -2, 1 plus B into 1, 3, -1, 4. അതായത് A plus B എന്ന് പറയുന്നത് 2 ആണ്. അതായത് A into 1 plus B into 1 2 ആണ്. രണ്ടാമത്തത് നമുക്ക് 2A plus 3B equal to 1. നമുക്ക് കുറച്ച് നോക്കാം. A plus B നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം ക്യാൻസലാക്കാൻ വേണ്ടി. equal to 4 കുറയ്ക്കുമ്പോൾ 3 - 2B B equal to 1 - 4 -3 കിട്ടി. സോ നമുക്ക് A എന്ത് കിട്ടും? 2 + 3 = 5. A എന്ന് പറയുന്നത് 5ഉം B എന്ന് പറയുന്നത് -3ഉമാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ ഏതാ വരുന്നത്? -2A - B = -7ലേക്ക് ഇട്ട് കൊടുക്കാം. അതായത് -2 × 5 -10 -3 എന്ന് വെച്ചാൽ +3. -10 + 3 എന്ന് വെച്ചാൽ -7 ഇറ്റ്സെൽഫ്. അപ്പോൾ എന്താണ്, ഇവനെടുക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? 2 എണ്ണത്തിനെയാണ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ 2 ആണ് ആൻസർ വരിക. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, W be the subspace generated by the polynomial. സെയിം ക്വസ്റ്റ്യൻ ആണ്. P1, P2, P4 അല്ല P3 തന്നിട്ടുണ്ട്. ദെൻ ഡയമെൻഷൻ ഓഫ് W എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് V1 എഴുതാം. V1 എന്ന് പറയുന്നത് 1, -2, 4, 1. P2 എന്ന് പറയുന്നത് 2, -3, 9, 1. V3 എന്ന് പറയുന്നത് 1, 0, 6, 8. ഓക്കെ, ഇനി ഇവിടെ V1 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. V2 നോക്കുമ്പോൾ പ്രൊഡക്റ്റായിട്ടല്ല വരുന്നത്, ഇതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇനി മൂന്നാമത്തെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ മൂന്നാമത്തെ നോക്കാനായിട്ട് 1, 0, 6, 8 = A × 1 - 2, 4, 1 plus B × 2 - 3, 9, 1. അപ്പോൾ A × 1 A plus 2B = 1. അടുത്തത് -2A -3B = 0. നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിനെ ജസ്റ്റ് 2 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2A + 4B = 2. അതിൽ നിന്ന് ഇത്
ആഡ് ചെയ്യാം. ഓക്കെ, -2a -3b = 0. ആഡ് ചെയ്യുമ്പോൾ ഇത് 0 ആയി പോവും. ഇവിടെ b = 2 വന്നു. b 2 കിട്ടി. b 2 ആണെങ്കിൽ നമുക്ക് a + 2 × 2 = 1. a = 1 - 4 എന്ന് വെച്ചാൽ -3 കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ഇക്വേഷനെ കൊണ്ടുവന്ന് ഇട്ട് നോക്കാം. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് 4a + 9b = 6 ആണ്. 4 × -3 -12 + 9 × 2 എന്ന് പറയുന്നത് 18. ഓക്കെ, കുറയ്ക്കുമ്പോൾ എന്താണ് 6 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ല. അപ്പോൾ ടോട്ടൽ എത്ര എണ്ണ വരിക? 2 എണ്ണമാണ് വരിക. ഇവിടെ ഓപ്ഷൻ 2 ആക്കിക്കോ. അപ്പോൾ 75 ഓപ്ഷൻ നമ്പർ B 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 76. Consider the subspace W is equal to Aij equal to 0 if I is even for all 5x5 matrix, then dimension of W ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 5x5 മെട്രിക്സ് ആണ്. A11, A12, A13, A14, A15, അതുപോലെ തന്നെ A21, A22, A23, A24, A25, A31, A32, A33, A34, A35, A41, A42, A43, A44, A45, അതുപോലെ തന്നെ A51, A52, A53, A54, A55. ഓക്കെ ആണോ? ഇനി ഇവിടെ I ഈവൻ ആയിട്ട് വരുന്ന എല്ലാം 0 ആണ്. അപ്പോൾ ഇത് 0 ആയി, ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. അടുത്തത് എവിടെ 0 ആവുന്നത്? ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണ്. ഓക്കെ, ബാക്കി എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 5 എണ്ണം, ഇവിടെ 5, സോ 10, ഇവിടെ 5 എണ്ണം. സോ ടോട്ടൽ 15 ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, അപ്പോൾ കറക്റ്റ് 15 പേരാണ് ഈ മെട്രിക്സിൽ ഉള്ളത്. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സപ്പോസ് U and W ആർ സബ്സ്പേസ് ഓഫ് V സച്ച് ദാറ്റ് ഡയമെൻഷൻ ഓഫ് U എന്ന് പറയുന്നത് 4, ഡയമെൻഷൻ ഓഫ് W എന്ന് പറയുന്നത് 5 ആണ്, ഡയമെൻഷൻ ഓഫ് V എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡയമെൻഷൻ ഓഫ് U ഇൻ്റർസെക്ഷൻ W ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഡയമെൻഷൻ ഓഫ് U + V എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻ ഓഫ് U + ഡയമെൻഷൻ ഓഫ് V മൈനസ് ഡയമെൻഷൻ ഓഫ് U ഇൻ്റർസെക്ഷൻ V ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡയമെൻഷൻ ഇതാണ് നമുക്കറിയാവുന്നൊരു കാര്യം. പിന്നെ ഈ ഡയമെൻഷൻ ഓഫ് U + V എന്ന് പറയുന്നത് എന്താണ്? << ആരേക്കാളും ചെറുതാണ്? നമ്മുടെ ഡയമെൻഷൻ ഓഫ് വിനേക്കാളും ചെറുതാണ്. ഓക്കെ, അതായത് ഡയമെൻഷൻ ഓഫ് V എന്ന് പറയുന്നതാണ് വലുത്. എന്തിനേക്കാളും? ഡയമെൻഷൻ ഓഫ് U + വിനേക്കാളും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഡയമെൻഷൻ ഓഫ് U എന്താണ് തന്നേക്കുന്നത്? 4 പ്ലസ് ഡയമെൻഷൻ ഓഫ് V എന്താണ് തന്നേക്കുന്നത്? ഡയമെൻഷൻ ഓഫ് ഇവിടെ U ആൻഡ് W അല്ലേ? അപ്പോൾ ഇവിടെ W ആണ്. ഡയമെൻഷൻ ഓഫ് U + W മൈനസ് ഡയമെൻഷൻ ഓഫ് U ഇൻ്റർസെക്ഷൻ W. അപ്പോൾ ഡയമെൻഷൻ ഓഫ് U ഇവിടെ എന്താ തന്നേക്കുന്നത്? 4, ഡയമെൻഷൻ ഓഫ് W 5 ആണ്, മൈനസ് ഡയമെൻഷൻ ഓഫ് U ഇൻ്റർസെക്ഷൻ W. അതങ്ങനെ തന്നെ നിർത്താം. നമുക്ക് അതിനെപ്പറ്റിയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതങ്ങനെ തന്നെ നിർത്താം. ഡയമെൻഷൻ ഓഫ് U + W എന്താണ്? അത് നമുക്കറിയോ? അതും അറിയത്തില്ല. ഡയമെൻഷൻ ഓഫ് V എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻ ഓഫ് V തന്നിട്ടില്ലേ? 7. ഓക്കെ, അപ്പോൾ ഈ ഡയമെൻഷൻ ഓഫ് U + W ആണ് ഇവന്മാർ.
എന്താണെന്ന് നമുക്കറിയത്തില്ല, കാരണം ഡയമെൻഷൻ ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു നമുക്കറിയില്ല. അപ്പോൾ ഇതിനെ 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 + 5 മൈനസ് ഡയമെൻഷൻ ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്ന് എഴുതാമല്ലോ. ഓക്കെ, അതായത് എന്താണ് 4 + 5 9 മൈനസ് ഡയമെൻഷൻ ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്. ഇനി മൈനസ് ഡയമെൻഷൻ ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 മൈനസ് 9 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു -2. അതായത് ഡയമെൻഷൻ ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് ഈ മൈനസ് ഇങ്ങോട്ട് പോകുമ്പോൾ സൈനും ചേഞ്ച് ആവും. സോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതായത് 2ക്ക് മേലെയാണ് വരുന്നത്. അപ്പോൾ 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, അങ്ങനെ. പക്ഷെ അതിനൊരു ലിമിറ്റേഷൻ കാണുമല്ലോ. കാരണം ഡയമെൻഷൻ ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു, യുവിൻ്റെ ഡയമെൻഷൻ എന്താണ് 4 ആണ്, ഡബ്ല്യുവിൻ്റെ ഡയമെൻഷൻ എന്താണ് 5 ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്തായാലും മാക്സിമം 4 അല്ലേ വരുള്ളൂ. അപ്പോൾ ഈ 2 5ലേക്ക് പോവോ, അതായത് ഡയമെൻഷൻ ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു അപ്പോൾ എന്തൊക്കെയാണ് വരുള്ളൂ 2 3 4. ഓക്കെ, അപ്പോൾ അതിൽ ഉൾപ്പെടാതെ കിടക്കുന്നത് ആരാണ്? ഓപ്ഷൻ എ ആണ് 1. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ആകെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഫോർമുല പഠിച്ചു വയ്ക്കുക. ഡയമെൻഷൻ ഓഫ് യു പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻ ഓഫ് യു പ്ലസ് ഡയമെൻഷൻ ഓഫ് ഡബ്ല്യു മൈനസ് ഡയമെൻഷൻ ഓഫ് യു ഇൻ്റർസെക്ഷൻ ഡബ്ല്യു. അപ്പോൾ അത് എന്ന് പറയുന്നത് എന്താണ്? എന്തിനേക്കാളും ചെറുതാണ്? നമ്മുടെ വിനേക്കാളും ചെറുതാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ സപ്പോസ് എസ് ആൻഡ് ടി ആർ സബ്സ്പേസ് ഓഫ് R⁴ സച്ച് ദാറ്റ് ഡയമെൻഷൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ് 19, ഡയമെൻഷൻ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ് 17. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എസ് പ്ലസ് ടി അല്ലേ, ഡയമെൻഷൻ ഓഫ് എസ് പ്ലസ് ടി എന്ന് പറയുന്നത് എന്താണ്? ഡയമെൻഷൻ ഓഫ് എസ് പ്ലസ് ടി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് എസ് പ്ലസ് ഡയമെൻഷൻ ഓഫ് ടി മൈനസ് ഡയമെൻഷൻ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ടി ആണ്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ് 19 + 17 മൈനസ് ഡയമെൻഷൻ ഓഫ് എസ് ഇൻ്റർസെക്ഷൻ ടി മാക്സിമം എന്താ വരുള്ളൂ 17 ആണ് വരുള്ളൂ, മാക്സിമം 17 വരുള്ളൂ. ഓക്കെ, അപ്പോൾ 19 + 17 - 17 എന്താണ് 0 ആണ്. ഇനിയിപ്പോൾ ഇവിടെ 17 പകരം ഞാനിവിടെ ഇത് മാക്സിമം അല്ലേ, ഞാനിവിടെ 16 കൊടുത്താൽ എന്ത് വരും? 17 - 16 എന്ന് പറയുന്നത് 1 ആണ്. 19 + 1 എന്താണ് 20 വരും. അപ്പോൾ എന്താണ്? ഡയമെൻഷൻ ഓഫ് എസ് പ്ലസ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 19 ആണ്. ഏറ്റവും ചെറിയ വാല്യൂ ആണ് എന്ത് 19. അപ്പോൾ സ്മോളസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് ദ ഡയമെൻഷൻ എസ് പ്ലസ് ടി എന്ന് പറയുന്നത് എന്താണ് 19 ആണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 2x + y = 0 be a subspace of R². Then which of the following is in W plus ordered pair 2 1? അപ്പോൾ W എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 2x + y = 0 ആകുന്ന എക്സ് വൈ കളക്ഷനാണ് W. ഓക്കെ, R² ഒരു സബ്സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ W + 2 1 ആരൊക്കെ കാണുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് W എന്ന് പറയുന്നത് എന്താണ് എക്സ് വൈ സച്ച് ദാറ്റ് 2x + y = 0 പ്ലസ് ആരും കൂടെ ഉണ്ട് 2 1 കൂടി ഉണ്ട്. ഓക്കെ, സോറി, പ്ലസ് 2 1 കൂടി ഉണ്ട്. ഓക്കെ, അതായത് എന്താണ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് + 2, y + 1 സച്ച് ദാറ്റ് 2x + y = 0. ഓക്കെ ആണോ? ഇനി ഇതെന്ന് പറയുന്നത്, അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടണം? നമുക്ക്
സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ന്യൂ എക്സ്, ക്യാപിറ്റൽ എക്സ് എന്ന് വിളിക്കാം. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ വൈ. അപ്പോൾ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2, വൈ ഈക്വൽ ടു വൈ പ്ലസ് 1. ഇതിൽ നിന്ന് ചെറിയ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സ് മൈനസ് 2, ചെറിയ വൈ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈ മൈനസ് 1. ഇനി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു ക്യാപിറ്റൽ എക്സ് മൈനസ് 2 പ്ലസ് വൈ മൈനസ് 1 എന്ന് പറയുന്നത് 2x മൈനസ് 4 പ്ലസ് വൈ മൈനസ് 1 ആണ്. ഓക്കെ, സോറി, ക്യാപിറ്റൽ വൈ മൈനസ് 1 ആണ്. ക്യാപിറ്റൽ വൈ മൈനസ് 1, അതായത് 2x പ്ലസ് വൈ മൈനസ് 5. ഓക്കെ ആണോ? ഇനി ഇതാണ് അപ്പോൾ നമ്മുടെ എന്ത് w പ്ലസ് 21 എന്ന് പറയുന്നതാണ് ഇത്. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതാണെന്ന് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഓപ്ഷൻ എ ഇട്ട് കൊടുക്കാം. അതായത് 2 ഇൻറ്റു 4 0 ഇല്ലേ, 2 ഇൻറ്റു 4 പ്ലസ് 0 മൈനസ് 5 ഈക്വൽ ടു 0. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ 2x പ്ലസ് വൈ ഈക്വൽ ടു 5. നമുക്ക് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, 2 ഇൻറ്റു 4 8 ആണ്. 8 എന്താണ്? നോട്ട് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ഇതല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 2 ഇൻറ്റു 0 പ്ലസ് 3, അതും നോട്ട് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ അതുമല്ല. ഇനി ഓപ്ഷൻ സി നോക്കുക. 2 ഇൻറ്റു 4 മൈനസ് 3, 2 ഇൻറ്റു 4 8, 8 മൈനസ് 3 5 ആണ്. ഇത് ആൻസർ ശരിയാണ്. ഡിയും കൂടി ഒന്ന് നോക്കാം. 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 3, ദാറ്റ് മീൻസ് മൈനസ് 2 പ്ലസ് 3 1 ആണ്, നോട്ട് ഈക്വൽ ടു 5. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സബ്സെറ്റ്സ് ഓഫ് ആർ സ്ക്വയർ. W1, W2, W3 തന്നിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? ആർ സ്ക്വയറിൻ്റെ സബ്സെറ്റ്സ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ W1 ആൻഡ് W3 ആർ സബ്സ്പേസസ് ഓഫ് ആർ സ്ക്വയർ. ഇവിടെ W1 സബ്സ്പേസ് ആണോ? നോക്കിക്കേ, സബ്സ്പേസ് ആവണമെങ്കിൽ ലീനിയർ വിത്ത് എന്താണ്? നോൺ സീറോ, ലീനിയർ വിത്ത് 0 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് ലീനിയർ ആണ്, കോൺസ്റ്റൻ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ സബ്സ്പേസ് ആണ്. ഇത് നോക്കിക്കേ, ലീനിയർ ആണ്, കോൺസ്റ്റൻറ്റ് 0 ആണ്. അതായത് കോൺസ്റ്റൻറ്റ് ഇവിടെയില്ല, ഇവിടെയില്ല. പക്ഷേ ഇതോ ലീനിയർ ആണ്, പക്ഷെ ഒരു കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്താ? സബ്സ്പേസ് അല്ല. അപ്പോൾ W1 സബ്സ്പേസ് ആണ്, W3 എന്തല്ല? സബ്സ്പേസ് അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ വരില്ല. കാരണം W1 ആൻഡ് W3 ആർ സബ്സ്പേസസ് ഓഫ് ആർ സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, W2 ആൻഡ് W3 ആർ സബ്സ്പേസസ് ഓഫ് ആർ സ്ക്വയർ. W2 മാത്രമാണ് എന്തുള്ളൂ? സബ്സ്പേസ് ഉള്ളൂ. ഇനി നെക്സ്റ്റ് W2 എന്ന് പറയുന്നത് W1 പ്ലസ് 1 മൈനസ് 1 ആണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് W1 എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 2x പ്ലസ് 3y ഈക്വൽ ടു 0 ആണ്. W1 പ്ലസ് 1 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 2x പ്ലസ് 3y ഈക്വൽ ടു 0 പ്ലസ് 1 മൈനസ് 1 ആണ്. അതായത് എന്താണ്? എക്സ് പ്ലസ് 1 കോമ വൈ മൈനസ് 1 സച്ച് ദാറ്റ് 2x പ്ലസ് 3y ഈക്വൽ ടു 0. ഇനി ഇതാണ് നമ്മുടെ പുതിയ എക്സ്, ഇതാണ് നമ്മുടെ പുതിയ വൈ. അപ്പോൾ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് പ്ലസ് 1, ക്യാപിറ്റൽ വൈ ഈസ് ഈക്വൽ ടു വൈ മൈനസ് 1. ഇതിൽ നിന്ന് ഈ കുഞ്ഞ് എക്സിൻ്റെ സ്ഥാനത്ത് ഇടാൻ വേണ്ടി ഇവിടെ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എക്സ് മൈനസ് 1, സ്മോൾ വൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ വൈ പ്ലസ് 1 കൊടുക്കാം. അപ്പോൾ ഓർഡേഡ് പെയർ എക്സ് പ്ലസ് 1, നമ്മൾ ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ സച്ച് ദാറ്റ് ഇവിടെ
എക്സിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇൻറ്റു ക്യാപിറ്റൽ എക്സ് മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു ക്യാപിറ്റൽ വൈ പ്ലസ് 1 ഈക്വൽ ടു 0. അതായത് 2x മൈനസ് 2 പ്ലസ് 3y പ്ലസ് 3 ഓക്കെ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താ 2x പ്ലസ് 3y പ്ലസ് 1 ഈക്വൽ ടു 0. അതായത് എക്സ് വൈ സച്ച് ദാറ്റ് ഓക്കെ. അപ്പോൾ 2x പ്ലസ് 3y ഈക്വൽ ടു 0 ആണ് എന്ത് W2 എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 ആണ് വരേണ്ടത്. നമുക്കിവിടെയോ 2x പ്ലസ് 3y പ്ലസ് 1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എ ഓപ്ഷൻ തെറ്റാണ്, ബി ഓപ്ഷൻ തെറ്റാണ്, സി ഓപ്ഷൻ തെറ്റാണ്. ഇനി W2 പ്ലസ് 10 എത്രയാണെന്ന് നോക്കാവേ. W2 പ്ലസ് 10 എന്ന് പറയുന്നത് എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 പ്ലസ് എന്താണ് 10 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് പ്ലസ് 1 വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. അപ്പോൾ അതിൽ നിന്ന് ഇത് ക്യാപിറ്റൽ എക്സ് ആണ്, ഇത് ക്യാപിറ്റൽ വൈ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് പ്ലസ് 1, അതിൽ നിന്ന് സ്മോൾ എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ് മൈനസ് 1 ആണ്. ക്യാപിറ്റൽ വൈ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ സ്മോൾ വൈ എന്ന് പറയുന്നത് ക്യാപിറ്റൽ വൈ ആണ്. നമുക്ക് ഇട്ട് കൊടുക്കാം ക്യാപിറ്റൽ എക്സ് വൈ സച്ച് ദാറ്റ് ക്യാപിറ്റൽ എക്സ് മൈനസ് 1 പ്ലസ് വൈ ഈക്വൽ ടു 0. അതായത് ഓർഡർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഇതെന്ന് പറയുന്ന ആരാണ്? ഇവൻ ഈക്വൽ ടു W3. അപ്പോൾ W2 പ്ലസ് ഓർഡേർഡ് പെയർ 10 കിടക്കുന്ന എലമെൻറ്റ്സ് എങ്ങനെയാണ്? എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ എബൌട്ട് lines L1 is equal to set of all x, y such that 2x plus 3y equal to 0. L2 is equal to set of all ordered pair x, y such that 2x plus 3y equal to 1. L3 is equal to set of all ordered pair x, y such that 2x minus 3y equal to 0. അപ്പോൾ ഇവിടെ നോക്കിക്കേ, L1ൻ്റെ കേസിൽ ഇത് ലീനിയർ ആണ്, 0 കോൺസ്റ്റൻ്റ് ആണ്. L2ൻ്റെ കേസിൽ ലീനിയർ ആണ്, കോൺസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും സബ്സ്പേസ് ആവത്തില്ല. ഇനി ഇവിടെ ലീനിയർ ആണ്, എന്താണ് കോൺസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇതും സബ്സ്പേസ് ആവും, ഇതും സബ്സ്പേസ് ആവും. നമുക്ക് ഓപ്ഷൻ വായിക്കാം. L1 ആൻഡ് L2 ആർ സബ്സ്പേസസ് ഓഫ് ആർ സ്ക്വയർ. ആണോ? L2 സബ്സ്പേസ് ആണോ? അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ വരത്തില്ല. രണ്ടാമത്തെ L2 ആൻഡ് L3 ആർ സബ്സ്പേസസ് ഓഫ് ആർ സ്ക്വയർ. L3 ആണ്, L2 അല്ല. അപ്പോൾ ഇതും വരത്തില്ല. മൂന്നാമത്തത് L1 ആൻഡ് L3 ആർ സബ്സ്പേസസ് ഓഫ് ആർ സ്ക്വയർ. L1ഉം L3യും സബ്സ്പേസ് അല്ലേ? അപ്പോൾ ഇത് വരും. ഇനി L1, L2 ആൻഡ് L3 ആർ സബ്സ്പേസസ് ഓഫ് ആർ സ്ക്വയർ. നമ്മുടെ L2 എന്താണ്? സബ്സ്പേസ് അല്ല. അപ്പോൾ ഇതും വരത്തില്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്, നമ്മൾ കണ്ടേക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി വൺ മോർ ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. ലെറ്റ് W be a subspace of R cube spanned by 1, 2, 1 ഓർഡർ പെയർ 0, 1, 1. അതായത് 1, 2, 1ഉം 0, 1, 1ൻ്റെയും കോമ്പിനേഷനായിട്ട് വരുന്ന ആൾക്കാരാണ് എവിടെയുള്ളത്? Wയിൽ വരുന്നത്. അപ്പോൾ ആ Wയിലുള്ള ഒരാളിവിടെ തന്നിട്ടുണ്ട്. അത് ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്താണ്? ഇവന്മാരുടെ കോമ്പിനേഷനിൽ വരുന്ന ഒരാളാണ് ഇവിടെ നിന്ന് എടുക്കേണ്ടത്. അതായത് എന്താണ്? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഇവ രണ്ടും ഇതിൽ നിന്ന് എടുക്കുന്ന ഒരു ഓപ്ഷനും എന്തായിരിക്കണം? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, ഇതിപ്പോൾ യു, ഇത് വി ആണെങ്കിൽ യു ക്രോസ് വി ഡോട്ട് ഇവിടെ നിന്ന് എടുക്കുന്ന ഒരു ഓപ്ഷൻ W എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ചെയ്യാം. I, J, K ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. 1, 2, 1, 0, 1, 1 ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ I ഇൻറ്റു 2 മൈനസ് 1, 2 മൈനസ് 1 മൈനസ് J ഇൻറ്റു
1 മൈനസ് 0 പ്ലസ് കെ ഇൻറ്റു 1 മൈനസ് 0. ഓക്കെ, എന്ന് പറയുന്നത് എന്താണ്? ഐ മൈനസ് ജെ പ്ലസ് കെ. ഓക്കെ, ഇനി ആരുമായിട്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം? ഓരോ ക്വസ്റ്റ്യൻസ് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ആദ്യം 1, 2, 3 എടുക്കാം. സോ 1 ഇൻറ്റു 1 പ്ലസ് ഐയുടെ കോയിഫിഷ്യൻറ്റ് 1 ആണ്. സോ 1 ഇൻറ്റു 1 പ്ലസ് ജെയുടെ കോയിഫിഷ്യൻറ്റ് -1 ആണ്. സോ -1 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 3 എന്ന് പറയുന്നത് 1 മൈനസ് 2 പ്ലസ് 3 എന്ന് പറയുന്നത് 1 പ്ലസ് 1 ആണ്, 2 ആണ്. ഓക്കെ, 0 അല്ലല്ലോ, അപ്പോൾ ഈ ഓപ്ഷൻ അല്ല. ഇനി ബി നോക്കാം. ഇത് നമുക്ക് ജസ്റ്റ് എഴുതാം. 1 മൈനസ് 1 1. ഇനി അടുത്ത് നോക്കാം. 1 ഇൻറ്റു 2 പ്ലസ് അല്ല മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 1 ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 4 എന്ന് പറയുന്നത് 2 മൈനസ് 3 എന്ന് പറയുന്നത് -1 പ്ലസ് 4 എന്ന് പറയുന്നത് 3 ആണ്. അതുമല്ല. ഇനി ഓപ്ഷൻ സി നോക്കാം. 1 ഇൻറ്റു 2 മൈനസ് 1 ഇൻറ്റു 3 പ്ലസ് 1. സോ 2 മൈനസ് 3 പ്ലസ് 1 എന്ന് വെച്ചാൽ -2. 2 മൈനസ് 2 0 ആണ്. അപ്പോൾ ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡിയും കൂടി നോക്കാം. 1 ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1. 2 മൈനസ് 1 1 ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ആ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡയമെൻഷൻ എന്ന് പറയുന്ന ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആകുകയാണ്. ബേസിസ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് W be a subspace of R square spanned by 1, 2, then which of the following represents W? അപ്പോൾ 1, 2 സ്പാൻ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന സബ്സ്പേസ് ആണ് ഇത്. അപ്പോൾ ഈ ഡബ്ല്യുവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതിലേതാണ്? അപ്പോൾ ഈ 1, 2ന് ഇവരായിട്ട് ബന്ധം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ 1, 2 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഏതാണെന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഓപ്ഷനിൽ 1, 2 ഇടുക. സോ 1 പ്ലസ് 2 ഇൻറ്റു 2 4 ഈക്വൽ ടു 5 ആണ്, നോട്ട് ഈക്വൽ ടു 0. അടുത്തതിലിടുക 2 ഇൻറ്റു 1 പ്ലസ് 2 എന്ന് പറയുന്ന 4 ആണ്, നോട്ട് ഈക്വൽ ടു 0. അടുത്തതിലിടുക 1 മൈനസ് 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് -3 ആണ്, ഇതും വരില്ല, നോട്ട് ഈക്വൽ ടു 0. അടുത്തത് 2 മൈനസ് 2 ഇൻറ്റു 1 എന്ന് പറയുന്ന 0. അപ്പോൾ ഇതാണ് നമ്മുടെ സബ്സ്പേസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് മെട്രിക്സ് തിയറിയാണ്. പിന്നെ വെക്റ്റർ സ്പേസ് ആൻഡ് സബ്സ്പേസ് കണ്ടു. പിന്നെ നമ്മൾ എന്താണ് കണ്ടേ? പിന്നെ ഈ ക്ലാസ്സിൽ ഡയമെൻഷൻ ആൻഡ് ബേസിസ് കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് ലീനിയർ ട്രാൻസ്ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.